അവിടെയുള്ള എല്ലാ മോഡൽ പാദസരവും എടുത്തു വെക്കണം. ഡിസൈൻ ഞാൻ വന്ന് സെലക്ട് ചെയ്തോളാം. ഞാൻ വരുന്നത് വരെ ഒരു പാദസരം പോലും സെയിൽ ചെയ്യാൻ പാടില്ല. ശരി. മേഡത്തിന്റെ കാലിലെ പാദസരവും ഇതും ഒരുപോലെ ഇരിക്കുന്നു. ഒരുപോലെ ആയിരിക്കാം. എന്റെ കാലിൽ കിടക്കുന്നത് അരവിന്ദ് ഇട്ട് തന്ന പാദസരം. ഇത് നമ്മുടെ കല്യാണം മുടക്കാൻ പ്ലാൻ ചെയ്തവർ വാങ്ങിച്ചതോ ഉണ്ടാക്കിച്ചതോ ആയ ഡ്യൂപ്ലിക്കേറ്റ്. അവരാരാണെന്ന് ഞാൻ പറഞ്ഞിരേണ്ട കാര്യമില്ലല്ലോ. അതെ, ആ തുണിക്കച്ചവടക്കാരി എന്നെ ഇവനെയും ശരിക്കും പറ്റിച്ചതാ. അവളെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ചാരുവിനെ പറ്റി നന്നായി അറിയാവുന്ന ആന്റി അരവിന്ദും അവളുടെ വാക്ക് വിശ്വസിച്ചല്ലോ. തെറ്റ് നിങ്ങളുടെ രണ്ടുപേരുടെയും ഭാഗത്താ. അവൾ അതേപോലത്തെ പാദസരം കൊണ്ടുവന്ന് കാണിച്ചപ്പോ ഞങ്ങൾ അതങ്ങ് വിശ്വസിച്ചു പോയി. അവള് കൺഫ്യൂഷൻ ആക്കിയതാന്നേ. ക്ഷമിക്കും മോളെ. ഞാൻ അന്നേ പറഞ്ഞിട്ടുള്ളതല്ലേ, ആകാശും ചാരുവും കല്യാണം മുടക്കാൻ എന്ത് നാടകവും കളിക്കുമെന്ന്. ചാരുവിനെ കുറച്ച് കണ്ടതാ നിങ്ങൾക്ക് പറ്റിയ തെറ്റ്. ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് പറയും, ഉള്ളതില്ലെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കും. അവളെ സൂക്ഷിക്കണം. മുന്തിയേനോ. മാഡം സോറി, പാദസരം കണ്ടപ്പോ എന്റെ തലയാകം മരവിച്ചു പോയി. ആ ഷോക്കിലാ ഞാനിവിടെ വന്ന് എന്തോ പറഞ്ഞത്. സോറി. വിശ്വാസം അതാണ് ഒരു ബന്ധത്തെ പിടിച്ചു നിർത്തുന്നത്. ആരും എന്തോ പറഞ്ഞെന്നും പറഞ്ഞ് എടുത്തു ചാടുന്നത് മണ്ടത്തരം. പലവട്ടം ആലോചിച്ചു വേണം എന്തും തീരുമാനിക്കാൻ. അതാ ബുദ്ധിയുള്ളവർ ചെയ്യേണ്ടത്. അരവിന്ദ് എന്തൊക്കെയാ പറഞ്ഞത്? ഞാൻ ആകെ വിഷമിച്ചു പോയി. അമ്മേ പറ്റിപ്പോയി. സോറി പ്ലീസ്, ഒന്നും വിചാരിക്കരുത്. സോറി പറയിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എടുത്തു ചാട്ടം നമ്മുടെ കല്യാണത്തെ ബാധിക്കും. അത് അവരുടെ ജയമായിട്ട് മാറും. അതുകൊണ്ട് ഇനി അവരെ വിശ്വസിക്കരുത്. കൂടെ നിന്ന് ചതിക്കുന്നതാ അവരുടെ ഗെയിം. അതിൽ നമ്മൾ വീഴരുത്. അരവിന്ദ് ഇപ്പൊ ചെയ്തത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ആയിരിക്കണം. മാഡം ഇനി ഇങ്ങനെ ഉണ്ടാവില്ല, ഉറപ്പ്. സോറി. പൊന്നെ, ഒന്നും മനസ്സിൽ വെക്കല്ലേ മോളെ. എല്ലാം മറന്ന് ഞങ്ങളുടെ അറിവില്ലായ്മയ്ക്ക് മാപ്പ് തരണം. ഓക്കെ. നിങ്ങൾ ഇരിക്കെ, ഞാൻ ചായ അയ്യോ രാജി വേണ്ട. വീട്ടിൽ ചെന്നിട്ട് അവളെ ഒന്ന് കാണണം. ഇന്നവിടെ അവസാനം. ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി മോളെ. മാഡം ഒരിക്കൽ കൂടി പറയാ സോറി. പോട്ടെ മോളെ. പൊന്നെ വിളിക്കാമേ. ശരി എന്തി. ശരി ശരി രാജി. അമ്മേ ഇന്നവിടെ അവസാനം. കുടുംബത്തെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി നടക്കുക അവള്. ചാരു ഇറങ്ങി വാടി ഇവിടെ. നീ വാടാ ഇങ്ങോട്ട്. കൊടുക്ക അവൾക്ക്. എടി ഐശ്വര്യം കിട്ടവളെ, വാടി ഇവിടെ. എടി ഇവിടെ വരാൻ. ഇറങ്ങി വാടാ. വീടിനകത്ത് അടയിരിക്കുന്നോടാ. ഞാൻ വരുന്നുണ്ട് അവള്. എടി എറണം കേട്ടവളെ. അമ്മായി കുമ്മായി, ഇനി നീ അങ്ങനെ വിളിച്ചാലുണ്ടല്ലോ നാ വരീ ഞാൻ. അമ്മേ എന്താടാ ചുമ്മാ എന്തിനാ ചാരുവിന്റെ മെക്കെട്ട് കയറുന്നേ? ചുമ്മാ അല്ലടാ അനിയാ, ഇവിടെ ഉണ്ടല്ലോ അയ്യോ ബാബ അഭിനയിച്ചിടക്കുന്ന തുണിക്കച്ചവടക്കാരി.
ഇവിടെ വാ തുറക്കുന്ന തന്നെ നോണ പറഞ്ഞ് ബാക്കിയുള്ളവർ തമ്മടിപ്പിക്കാനാ. തമ്മിലടിച്ച് ചോര ഓടിക്കുന്നതേ നീയും നിന്റെ തള്ളയാ. ഇപ്പൊ കൂടെ ആ ചീഫ് എഞ്ചിനീയർ പെണ്ണു. നീ ഇട്ടുകൊടുത്ത പാദസരം ഭിക്ഷക്കാരിക്ക് കൊടുത്ത ആ പെണ്ണിനെ ചീത്ത പറയാതെ ഇവിടെ വന്ന് ബഹളം വെച്ചിട്ടെന്തിനാ? ഭിക്ഷക്കാരുടെ കയ്യിൽ നിന്ന് ചാരുമോൾ ആ കൊലുസ് വാങ്ങി വന്നത് നീയൊക്കെ ആ പെണ്ണിന്റെ ദുഷിച്ച മനസ്സ് മനസ്സിലാക്കിക്കോട്ടെ എന്ന് കരുതിയാ. ഭിക്ഷക്കാരിയോ? ഏത് ഭിക്ഷക്കാരി? പറയടി, നിനക്ക് എവിടുന്നാടി ഈ പാദസരം കിട്ടിയത്? അമ്മായി പറയുന്നത് കേട്ടാ ശ്രേയ എനിക്കെതിരെ എന്തോ കുറ്റം പറഞ്ഞ് വിശ്വസിപ്പിച്ച പോലെ ഉണ്ടല്ലോ. പൊന്നു നിനക്കെതിരെയല്ല, നീ അവൾക്കെതിരെയാണ് കുറ്റം പറഞ്ഞ് ഞങ്ങളെ വിശ്വസിപ്പിക്കാൻ നോക്കിയത്. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ ശരീരത്തിൽ ഓടുന്ന ചോരയുണ്ടല്ലോ, അതാ ശാന്തപ്പന്റെ അല്ലേ? മുക്കുപണ്ടം കൊണ്ടുവച്ച് നിന്റെ കല്യാണം നടത്താൻ നോക്കിയവനല്ലേടി അവൻ. അതേ കുരുട്ടുബുദ്ധിയാ നിനക്കും. ഇപ്പൊ ശാന്തപ്പൻ തോളി കയറ്റി നടക്കുന്ന ആരാ? ഈ ഫ്രോഡാ. ആ, രണ്ട് ഫ്രോഡുകൾ തമ്മിലേ ചേരൂ. എന്നിട്ട് ചാരുമോളെ കുറ്റം പറയാൻ വന്നിരിക്കുന്നു. എടാ, ചീഫ് എഞ്ചിനീയറുടെ അച്ഛനാണെന്ന് പറഞ്ഞ ആ ശാന്തപ്പനോട് വന്നപ്പോ എന്തായിരുന്നു ബഹുമാനം? എന്നിട്ടിപ്പോ ചാരുമോൾക്കായ കുറ്റം. ഇവളെ കുറ്റം പറയല്ല വേണ്ടത്, ഒന്ന് ഒഴിച്ചു മൂടണം അവളെ. ചാരു ആകാശിന്റെ ഭാര്യയായിരുന്നു ഓർക്കണം. ആണോ? ആ, അത് ഓർക്കുമ്പോഴേ ഇവിടെ വലിച്ചെടുത്ത് പുറത്തിടാൻ തോന്നുന്നത്. കുറെ നേരമായല്ലോ, എന്താ നിങ്ങളുടെ പ്രശ്നം? ശ്രേയ എന്തോ നുണ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ട്. എന്റെ ശ്രേയ മേഡത്തെ ഇല്ലാത്ത പറഞ്ഞോണ്ടല്ലോ. ശ്രേയെ പറ്റി പറയാൻ നിനക്ക് എന്ത് യോഗ്യത ഉള്ളത്? എടി, ഞാൻ സ്നേഹത്തോടെ ശ്രേയ മേഡത്തിന് ഇട്ടുകൊടുത്ത പാദസരത്തിന്റെ അതേ മോഡലിൽ മറ്റൊരെണ്ണം വാങ്ങി ഞങ്ങളുടെ മുമ്പിൽ അത് കാണിച്ച് നിന്റെ പെർഫോമൻസ് ഉണ്ടല്ലോ, പൊളിച്ച് മോളെ, സൂപ്പർ. നിന്റെ പെർഫോമൻസ് എന്ന് വിശ്വസിച്ച് ചോദിക്കാൻ ചെന്നേ എന്നെ വേണം തല്ലാൻ.